വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. സോ നമ്മുടെ USS എക്സാം അല്ലെ പറഞ്ഞ് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ നമ്മുടെ USSലേക്കുള്ളൂ. നമ്മൾ അത് നേടിയെടുക്കാൻ പോവാണ്. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് ഇപ്പൊ ഇതാ കറക്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. സോ ഇനിയുള്ള ദിവസങ്ങൾ വളരെ 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 ആത്മാർത്ഥതയോടുകൂടി സ്മാർട്ട് വർക്ക് ആൻഡ് ഹാർഡ് വർക്കോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. സോ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നമ്മുടെ ബേസിക് സയൻസിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, USS ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും, അതായത് USS എഴുതാൻ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും നമ്മുടെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സയന്റിസ്റ്റ് ഹു നോൺ ആസ് ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെ, നമ്മുടെ വൈദ്യുതിയുടെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ ഫാദർ അഥവാ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻസ് ഒരുപാട് എണ്ണം ഉണ്ട്. സോ നമുക്കറിയാം കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മൈക്കൽ ഫാരഡേ ആണ്. ഓപ്ഷൻസ് എത്രയൊക്കെ ഉണ്ടായിക്കോട്ടെ, കറക്റ്റ് ആൻസർ ആയിട്ടുള്ള മൈക്കൽ ഫാരഡേ നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിവൈസ് യൂസ് ടു മെഷർ ടെമ്പറേച്ചർ അല്ലെ, താപനില അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് യെസ് തെർമോമീറ്റർ ആണ്. നമുക്കറിയാം തെർമോമീറ്റർ ആണ് താപനില അളക്കാനായിട്ട്, ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ തന്നെ ക്ലിനിക്കൽ തെർമോമീറ്റർ ആൻഡ് ലബോറട്ടറി തെർമോമീറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബോഡി ടെമ്പറേച്ചർ ഒക്കെ നോക്കാനായിട്ട് നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ എന്റെ മക്കൾ ഓർത്ത് വെച്ചേക്കുക. അടുത്ത ചോദ്യം ഇതാണ്. The symbol used in drawing an electric circuit denotes അല്ലെ, അപ്പൊ ഇലക്ട്രിക് സർക്യൂട്ട് ആയിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണിത്. എന്നും ഇതേ സിമ്പിൾ ചോദിക്കണമെന്നില്ല. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, മുൻ വർഷത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ കാണുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ഏതിനെയാണ്? അത് ബസർ ആണോ, സ്വിച്ച് ഓൺ ആണോ, സ്വിച്ച് ഓഫ് ആണോ, ഫ്യൂസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമുക്കറിയാം ബസർ ആണ് അല്ലെ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ബസർ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. പക്ഷേ ഈ ബസർ മാത്രം പഠിച്ചിട്ട് നിങ്ങൾ എക്സാമിന് പോയിട്ട് കാര്യമില്ല. USS കിട്ടണമെങ്കിൽ ഇവിടെ ഒരുപാട് സിമ്പിൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ സിമ്പിൾസ് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടായിരിക്കണം. അവിടെ നിങ്ങളെ ടെക്സ്റ്റിൽ ഇല്ലാത്ത ഒരാളെ കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. യെസ് ഫ്യൂസ് ആണ്. ചിലപ്പോൾ നമ്മളോട് ചോദിക്കും അല്ലെ, സുരക്ഷാ ഉപകരണമായിട്ടുള്ള ഫ്യൂസിന്റെ സിമ്പിൾ ഒക്കെ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്, മുൻ വർഷത്തിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൂടെ ഒന്ന് എന്ത് ചെയ്യുക, എന്റെ മക്കള് നോട്ട് ചെയ്ത് വെക്കുക. എല്ലാ സിമ്പിൾസും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദ മെറ്റൽ യൂസ്ഡ് ഇൻ ദ ഫിലമെന്റ് ഓഫ് ഇലക്ട്രിക് ബൾബ് അല്ലെ, ഒരു ഇലക്ട്രിക് ബൾബിന്റെ ഫിലമെന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റൽ ലോഹം ഏതാണ്? കോപ്പർ ആണോ, അലൂമിനിയം ആണോ, ടെങ്സ്റ്റൺ ആണോ, അല്ല നിക്രോം ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ടെങ്സ്റ്റൺ ആണ്. ടെങ്സ്റ്റൺ. ഓക്കെ, അത് ഞാനിതാ ഓപ്ഷൻ ചെറുതായിട്ട് മിസ് ആയിട്ടുണ്ട്. സോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ടെങ്സ്റ്റൺ ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്, ടെങ്സ്റ്റൺ ആണ് നമ്മളുടെ ആൻസർ അല്ലെങ്കിൽ ഉത്തരം എന്ന് പറയുന്നത്. സോ ഇലക്ട്രിക് ബൾബിന്റെ ഫിലമെന്റ് ആണ് ടെങ്സ്റ്റൺ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ചോദ്യം. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ത്രൂ ദ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ ഈസ് കോൾഡ്. സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? കൺവെക്ഷൻ, റേഡിയേഷൻ, കണ്ടക്ഷൻ, നൺ ഓഫ് ദിസ് അല്ലെ. സംവഹനം, പ്രേഷണം, ചാലനം ഇതൊന്നുമല്ല. നമുക്കറിയാം താപപ്രേഷണ രീതികൾ കൺവെക്ഷൻ ഉണ്ട്, കണ്ടക്ഷൻ ഉണ്ട്, അതുപോലെ റേഡിയേഷനും ഉണ്ട് അല്ലെ, സംവഹനവും ഉണ്ട്, ചാലനവും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് വികിരണവും ഉണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് തന്മാത്രകൾ എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, നമ്മളുടെ ഗ്യാസിന്റെ കേസിലാണെങ്കിലും ലിക്വിഡിന്റെ കേസിലാണെങ്കിലും ശരി, ഈ രീതിയിലാണ് താപപ്രേഷണം നടക്കുന്നത്. അതായത് ചൂട് കിട്ടിയിട്ടുള്ള ആൾ എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് പോകുന്നു, അടുത്ത ആള് താഴേക്ക് വരുന്നു, അയാൾ ചൂട് പിടിക്കുന്നു, മുകളിലേക്ക് പോകുന്നു, അടുത്ത ആള് താഴേക്ക് വരുന്നു. അങ്ങനെയാണ് നമ്മൾ വെള്ളമൊക്കെ ചൂടാവുന്ന സമയത്ത് അതിൽ കൂടെ എന്ത് ചെയ്യുന്നത്, താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്. സോ ഈ രീതിക്ക് നമ്മൾ പറയുന്നത് എന്തായിരുന്നു, കൺവെക്ഷൻ അഥവാ സംവഹനം എന്നായിരുന്നു. സോ തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന അല്ലെ, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ബൈ ദ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ഇവിടെ സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ. അപ്പൊ ഓപ്ഷൻ എത്ര മാറി മറന്നു കഴിഞ്ഞാലും മനസ്സിലുണ്ടായിരിക്കണം, നമ്മളുടെ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും അല്ലെ, ലിക്വിഡ്സിന്റെ കേസിലും ഗ്യാസിന്റെ കേസിലും കൺവെക്ഷൻ വഴിയാണ്, സംവഹനം വഴിയാണ് താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ചിലപ്പോൾ അങ്ങനെയും നമ്മളോട് ചോദിച്ചേക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഓർത്തു വെക്കാം. അടുത്ത ചോദ്യം ഇതാണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഹൈഡ്രോ ഇലക്ട്രിക് സ്റ്റേഷൻ അല്ലെ, ജലവൈദ്യുത നിലയമല്ലാത്തത് ഏത്?
നമുക്കറിയാം ഒരുപാട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളുണ്ട്, ജലവൈദ്യുത നിലയങ്ങളുണ്ട്. അവിടെ നമ്മുടെ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അല്ലെ. ഈ പറയുന്നതിൽ ഇടുക്കിയുണ്ട്, പള്ളിവാസലുണ്ട്, കുറ്റിയാടിയുണ്ട്, കായംകുളമുണ്ട്. ഇതിൽ ഒരെണ്ണത്തിൽ മാത്രം നമ്മൾ എന്തല്ല, ഇല്ലെങ്കിൽ ഈ പറഞ്ഞതിൽ ഒരെണ്ണം മാത്രം എന്തല്ല, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ അല്ല, അതായത് ജലവൈദ്യുത നിലയം അല്ല. അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് വാട്ടർ അല്ല അല്ലെ, ജലം അല്ല അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കായംകുളമാണ്. കാരണം കായംകുളം എന്ന് പറയുന്നത് എന്താണ്, ഒരു താപവൈദ്യുത നിലയമാണ്. അതൊരിക്കലും എന്തല്ല, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ അല്ലെങ്കിൽ ജലവൈദ്യുത നിലയമല്ല. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ ഏതാണ്, ഇന്ധനം ഏതാണെന്നുള്ളതും എന്ത് തന്നെയാണ്, ഒരു പ്രധാനപ്പെട്ട USS ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ നിങ്ങൾ നോക്കിയേ, നാഫ്തയുണ്ട്, കോൾ ഉണ്ട്, സ്റ്റീം ഉണ്ട്, ഇവയൊന്നുമല്ല, നൺ ഓഫ് ദിസ് എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് കൃത്യമായിട്ട് എന്റെ മക്കൾ ഓർത്തു വെക്കണം, നാഫ്തയാണ് കേട്ടോ, നാഫ്ത. ഓക്കെ, അപ്പൊ കായംകുളം തെർമൽ പവർ സ്റ്റേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു കായംകുളം ഒരു താപവൈദ്യുത നിലയമാണ്, ജലവൈദ്യുത നിലയമല്ല. അതും ഓർത്തു വെക്കാം. അവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്, ഫ്യൂവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിൽ ഓർത്തു വെക്കാൻ, നാഫ്തയാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, താപവൈദ്യുത നിലയമാണ്, തെർമൽ പവർ സ്റ്റേഷൻ ആണ്. സോ ഇന്ധനമുണ്ട്, ഫ്യൂവൽ ഉണ്ട്, അത് നാഫ്തയാണ്. ഓക്കെ, ആ കാര്യങ്ങൾ ഓർത്തു വെക്കുക. സോ കായംകുളത്തിനെ നമ്മൾ മറക്കാൻ പാടില്ല. യെസ്, റെഡി. അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് ഈസ് ദ ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ. യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ചില ആളുകളൊക്കെ വൈദ്യുതിനെ നന്നായിട്ട് കടത്തിവിടും, ചില ആളുകൾ അത്ര നന്നായിട്ട് കടത്തിവിടില്ല. അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾ ആരാണ്, ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അലൂമിനിയം, അയൺ, കോപ്പർ, സിൽവർ ഒക്കെ നമ്മുടെ ആൻസർ, നമ്മുടെ ഓപ്ഷൻ ആയിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മാറിപ്പോവരുത്, നമ്മുടെ ഉത്തരം സിൽവർ ആണ്. ഏറ്റവും നല്ല ഇലക്ട്രിക്കൽ കണ്ടക്ടർ, വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയാണ്, സിൽവർ അല്ലെങ്കിൽ വെള്ളിയാണ്. നമ്മൾ അത് ഉപയോഗിക്കാത്തത് അത് ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ കോപ്പറും അലൂമിനിയം ഒക്കെ യൂസ് ചെയ്യേണ്ടി വരുന്നത്. ആക്ച്വലി ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ആര് തന്നെയാണ്, അത് സിൽവർ ആണ് എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്, ദ എനർജി ചേഞ്ച് ദാറ്റ് ഒക്കേഴ്സ് വെൻ ആൻ ഇലക്ട്രിക് ബൾബ് വർക്ക്സ് അല്ലെ. ഒരു വൈദ്യുത ബൾബ് കത്തുന്ന സമയത്ത് നടക്കുന്ന എനർജി ചേഞ്ച്, ഊർജ്ജമാറ്റം ഏതാന്നാ ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ന് പറയുന്നത് ആദ്യം തന്നെ ഉള്ളത് ഇലക്ട്രിക്കൽ എനർജി ആണ് അല്ലെ, ഇലക്ട്രിസിറ്റി ആണ് ഉള്ളത്, വൈദ്യുതോർജ്ജമാണ് ഉള്ളത്. അത് എന്തൊക്കെയായിട്ടാണ് മാറുന്നത്, ഒരു ബൾബ് കത്തുക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് കിട്ടുന്നുണ്ട്, പ്രകാശം കിട്ടുന്നുണ്ട്, അതായത് ലൈറ്റ് എനർജി അവിടെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം അവിടെ എന്തും ഉണ്ടാവുന്നുണ്ടടാ, അവിടെ എന്തും ഉണ്ടാവുന്നുണ്ട്, യെസ്, അവിടെ ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ താപോർജ്ജം അല്ലെങ്കിൽ ഹീറ്റ് എനർജി ആയിട്ടും ഈ പറയുന്ന ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, അതായത് വൈദ്യുതോർജ്ജം അഥവാ ഇലക്ട്രിസിറ്റി ലൈറ്റ് എനർജി ആയിട്ടും അതേപോലെ തന്നെ എന്തായിട്ടും കൺവേർട്ട് ചെയ്യപ്പെടുന്നു, ഹീറ്റ് എനർജി ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, ഊർജ്ജമാറ്റം സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്തു വെക്കണം. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. തന്നിട്ടുള്ളതിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്ത ഒരാളാണ് ചോദിച്ചത്. ഹ്യൂമൻ ബോഡി, ബ്രെയിൻ, ബേക്കലൈറ്റ്, ഗ്രാഫൈറ്റ് അല്ലെ. അപ്പൊ ഹ്യൂമൻ ബോഡി മനുഷ്യ ശരീരമാണ്. ബ്രെയിൻ എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്താണ്, സോൾട്ട് സൊല്യൂഷൻ എന്ന് കൂടെ ഓർത്തു വെക്കുക കേട്ടോ, സോൾട്ട് സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ ബ്രെയിൻ എന്നും പറയും, അല്ലെങ്കിൽ എന്താണ്, സോൾട്ട് സൊല്യൂഷൻ എന്നും പറയും. അതും എന്താണ്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ആളാണ്. ഇനി ബാക്കലൈറ്റ് ഉണ്ട്, ഗ്രാഫൈറ്റ് ഉണ്ട്. ഇതിൽ ഗ്രാഫൈറ്റ് എന്താണ്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ആളാണ്. സോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ബേക്കലൈറ്റ് ആണ്. അപ്പൊ ബേക്കലൈറ്റിനെ നിങ്ങൾ വേറൊരു രീതിയിൽ കൂടെ ഓർത്തു വെക്കണം. അതായത് നമ്മളെ താപത്തിന്റെ കേസിൽ, ഹീറ്റിന്റെ കേസിൽ പറയുവാണെങ്കിലും അത് കണ്ടക്ട് ചെയ്യാത്ത ആള് കൂടെയാണ്, ഇൻസുലേറ്റർ കൂടെയാണ് ആര്, നമ്മളുടെ ബേക്കലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന അധിക പാത്രങ്ങളുടെയും ഹാൻഡിലൊക്കെ ഈ പറയുന്ന പോലെ ബേക്കലൈറ്റ് ആണ്. അപ്പൊ സ്വിച്ച് ബോർഡിന്റെ കാര്യം, ഇതൊക്കെ എന്താണ്, ബേക്കലൈറ്റ് ആണ്. ഇതിന് കാരണം ഇത് നല്ലൊരു ഇൻസുലേറ്റർ ആയതുകൊണ്ടാണ്. അപ്പൊ രണ്ട് രീതിയിലും, ഇലക്ട്രിസിറ്റി ആണെങ്കിലും ശരി, ഹീറ്റ് ആണെങ്കിലും ശരി, രണ്ടും മക്കള് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, യെസ്, അടുത്ത ചോദ്യം ഇതാണ്, which among the following is an example for a group of electric conductors അല്ലെ. വൈദ്യുത ചാലകങ്ങൾക്ക് ഉദാഹരണമായിട്ടുള്ള ഗ്രൂപ്പ് ഏതാണ്. അത് കുറെ എണ്ണം തന്നിട്ടുണ്ട്. ഈ തന്നിട്ടുള്ളതിൽ എല്ലാവരും എന്തായിരിക്കണം, ഈ പറയുന്ന പോലെ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആയിരിക്കണം. എന്നാലേ ആ ഗ്രൂപ്പിനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ദാ ഇവിടെ നമ്മളുടെ യെസ് ഓപ്ഷൻ ബി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അയേൺ ഉണ്ട്, സ്റ്റീൽ സ്പൂൺ ഉണ്ട്, വെറ്റ് വുഡ് ഉണ്ട് അല്ലെ. ഇരുമ്പാണിയും സ്റ്റീൽ സ്പൂണും നനവുള്ള തടിയുമാണ് പറഞ്ഞിരിക്കുന്നത്. സോ
അത് മൂന്നും എന്താണ് ഇലക്ട്രിക് കണ്ടക്ടർ ആണ്. ചുമ്മാ വുഡ് പറഞ്ഞതാണെങ്കിലും അല്ലെങ്കിൽ ഡ്രൈ വുഡ് പറഞ്ഞതാണെങ്കിലും നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇവിടെ വെറ്റ് വുഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നനവുള്ള തടി എന്നാ പറഞ്ഞിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ബാക്കി ഓപ്ഷൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഇതാ നോക്കിയാൽ ഇവിടെ ആണെങ്കിൽ ഇതാ ഒരു പീസ് ഓഫ് വുഡും റബ്ബർ ബാൻഡും ഒക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തതിലാണെങ്കിൽ ക്ലോത്ത് ഉണ്ട്, നെക്സ്റ്റ് എന്താണ് പേപ്പർ ഉണ്ട്. അപ്പൊ ഇതൊന്നും കണ്ടക്ടർ അല്ല. സോ എല്ലാവരും കണ്ടക്ടർ ആവണല്ലോ. അപ്പൊ ഓപ്ഷൻ ബി നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. ഇനി അടുത്ത ചോദ്യം ഇതാണ്. യെസ്, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഈസ് ലെസ് ഇൻ. താഴെ തന്നിരിക്കുന്നവയിൽ താപപ്രവാഹം കുറഞ്ഞ വസ്തു ഏതാണെന്നാ ചോദിച്ചത്. സ്റ്റീൽ സ്പൂൺ, പീസ് ഓഫ് വുഡ്, അലൂമിനിയം വയർ, കോപ്പർ വയർ അല്ലെ. സ്റ്റീൽ സ്പൂൺ ഉണ്ട്, മരക്കഷ്ണം ഉണ്ട്, അലൂമിനിയം കമ്പി ഉണ്ട്, ചെമ്പ് കമ്പി ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം ഇലക്ട്രിസിറ്റിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഹീറ്റിന്റെ കേസിലും എന്തുണ്ട്, ഗുഡ് കണ്ടക്ടേഴ്സും പുവർ കണ്ടക്ടേഴ്സും ഉണ്ട് അല്ലെ. അതായത് നന്നായിട്ട് കടത്തി വിടുന്ന ആളുകളുണ്ട് താപത്തെ, അങ്ങനെ കടത്തി വിടാത്ത ഇൻസുലേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളും ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ തന്നിട്ടുള്ള ഓപ്ഷൻ നോക്കുവാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും പീസ് ഓഫ് വുഡ്, മരക്കഷ്ണമാണ് ഈ തന്നിട്ടുള്ളതിൽ എന്ത് ചെയ്യാത്ത ആളെന്ന് പറയുന്നത്, നല്ല രീതിയിൽ അല്ലെങ്കിൽ ബാക്കിയുള്ളവനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് താപം കടത്തി വിടാത്ത ആള്. ഓക്കെ, അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതാ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ഇവിടെ വെക്കുവാണ്. വാട്ട് ഈസ് ദ മെയിൻ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ ഇൻ ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ്? നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തന്നെ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. വാതകങ്ങളിലും ദ്രാവകങ്ങളിലും പ്രധാനമായും താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണെന്നുള്ളത് ദാ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ ഗൈസ്, ഇതിന്റെ ആൻസർ എന്ത് ചെയ്യാ, മറക്കാതെ കമന്റ് ചെയ്യാ. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാടാ. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.